മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, നിങ്ങളിപ്പോൾ വളരെ ഗംഭീരമായി സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്ക് വരാൻ പോകുന്നത് ഹിന്ദി പരീക്ഷയാണ്. ഹിന്ദി പരീക്ഷയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 4 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. 4 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ്, വളരെ പ്രാധാന്യം കൂടുതലുള്ള 4 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയോട് ചർച്ച ചെയ്യുന്നത്. മക്കളെ, നാളത്തെ മാർക്ക് നിങ്ങൾക്കുള്ളതാണ് 40-ൽ 40. ഇന്നത്തെ ലൈവിലേക്ക് കൃത്യമായിട്ട് വരിക. നമ്മൾ ഗംഭീരമായിട്ട് ക്ലാസ്സുകൾ എടുക്കും. നാളെ രാവിലെയും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഫുൾ മാർക്ക് ഗ്യാരണ്ടിയാണ്. അപ്പോൾ നാളെ നിങ്ങൾക്ക് കാണാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്ന്, വീർബഹുട്ടി എന്ന് പറഞ്ഞ പാഠത്തിൽ ഏറ്റവും പ്രധാനമായ ചോദ്യം ഏതായിരിക്കും സാർ എന്ന ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, പടുക്കഥയാണെങ്കിലോ വാർത്താലാപാണെങ്കിലോ ഒന്നുകിൽ പടുക്കഥയായിട്ടോ അല്ലെങ്കിൽ വാർത്താലാപായിട്ട് വരാൻ ഏറ്റവും സാധ്യത കാണുന്നത് നമ്മൾ ഇങ്ങനെയാണ്. സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തെ സമയം, സാഹിലും ബേലയും സ്കൂളിൽ പോകുമ്പോൾ വീർബഹുട്ടിയോ ഗോചത്തെ ഹേ, വീർബഹുട്ടിലെ തെരയുന്നു. പ്രസ്തുത പാഠഭാഗ പടുക്ക തയ്യാർ കീജിയെ. ആ പാഠഭാഗത്തിന് പടുക്കഥ എഴുതാനാണ് മക്കളെ നിങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെ പടുക്കഥ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥാൻ കസ്ബെ സെ സട്ടാ ഹുവ കേത്ത്, പട്ടണത്തോട് ചേർന്ന് നടക്കുന്ന വയൽ, അത് കേത്ത് എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ. സമയ് സുബഹ് 9 ബജെ, രാവിലെ 9 മണിയാണ്. പാത്ര സാഹിൽ ഓർ ബേല, സാഹിലും ബേലയുമാണ്. പാത്രവും की उम्र करीब 11 साल, കരീബ് എന്ന വാക്കിൻ്റെ അർത്ഥം ഏകദേശം എന്നാണ്. നിങ്ങൾ 11 സാലിന് മാത്രം എഴുതിയാൽ മതി. വേഷഭൂഷ സ്കൂളി വർദ്ധി, സ്കൂളി വർദ്ധി എന്ന് പറഞ്ഞാൽ യൂണിഫോം എന്നാണ് അർത്ഥം. ചാൽ ചലൻ മുസ്കുരാത്തെ ചേഹര, പുഞ്ചിരിക്കുന്ന മുഖമാണ്. ഖുഷി ഖദിൽ, സന്തോഷം നിറഞ്ഞ മനസ്സുമാണ്. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. എന്നിട്ട് സാഹിൽ ഓർ ബേല വീർ ബൗട്ടിയോക്ക് ദേഖ്രേ, അവിടുത്തെ സിറ്റുവേഷൻ സാഹിലും ബേലയും, അതായത് സന്ദർഭ് എന്നാണ്. സാഹിലും ബേലയും വീർ ബൗട്ടിൽ തെരയുന്നു. ഇനി അവർ നടക്കുന്ന സംഭാഷണം എന്ത് എന്നുള്ളത് അതും പഠിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. നോക്കൂ. ബേല സാഹിൽ ദേക്കോ, സാഹിലെ നോക്കൂ. സാഹിൽ ക്യാ ഹേ ബേല, എന്താ ബേലെ? അപ്പൊ ബേല ദേക്കോ സാഹിൽ, നോക്കൂ സാഹിലെ, കുछ ജീവിയാ ഹേ, കുറച്ച് ജീവികളെ കണ്ടോ നീ? അപ്പൊ സാഹിൽ പറയാ, ഓഹോ ബേല, ഓഹോ ബേലെ, യഹ് വീർബഹുട്ടിയാ ഹേ, ഇത് വീർബഹുട്ടികളാണ് ബേലെ. അപ്പൊ ബേല, വാ ദേഖ്നെ മേ കിത്നാ സുന്ദർ ഹേ, കാണാൻ എന്തൊരു ഭംഗിയാണ് സാഹിലെ. അപ്പൊ സാഹിൽ പറയാ, ദേക്കോ ബേല, നോക്കൂ ബേലെ, ഇസ്കാ രംഗ്, ഇതിന്റെ കളർ തുമാര റിബൺ ജയ്സി ലാൽ ഹേ, നിന്റെ റിബണുകൾ പോലെ അതീവ മനോഹരമാണ്, അതീവമായ മനോഹരമാണ്. ലാൽ ഹേ, ചുവപ്പ് കളർ കൂടിയാണ്. അപ്പോൾ ബേല പറയാ, ലാൽ രംഗ് മുച്ചെ ബഹുത്ത് പസന്ദേ സാഹിൽ, ഈ ചുവന്ന കളർ എനിക്ക് വലിയ ഇഷ്ടമാണ് സാഹിൽ, അതുകൊണ്ട് ഞാൻ ചുവന്ന കളറുള്ള റിബൺ തലയിൽ കിട്ടിയത്, അതുകൊണ്ടാണ് ചുവന്ന കളറുള്ള വീർബഹുട്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ചുവന്ന കളർ വലിയ ഇഷ്ടമാണ് മനസ്സിലാക്കിയപ്പോൾ സാഹിൽ പറയാ, ബേല ബേലെ ലാൽ റിബൺ ബാന്ധനെ പർ, ചുവന്ന റിബൺ അങ്ങോട്ട് കിട്ടുമ്പോഴേക്ക് തും ബഹുത്ത് ഖൂബ്സൂരത്ത് ബൻ ജാത്തിയെ, നീ വളരെയധികം ഖൂബ്സൂരത്തായി മാറുന്നു, സുന്ദരിയായി മാറുന്നു. ബേല വീർബഹുട്ടിയോക്ക് ദേഖ്രേ, അത് കേട്ടപ്പോഴും ബേല വീർബഹുട്ടിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സാഹിൽ, തുമ്നെ കുറിച്ച് സുനാ ബേല, നീ എന്തായാലും കേട്ട ബേല എന്ന് ചോദിച്ചു. അപ്പൊ ബേല പറഞ്ഞു, ആ സുനാഹേ, ഞാൻ കേട്ടല്ലോ, സ്കൂൾ കി പഹലി ഗണ്ടിയിലേക്ക്, സ്കൂളിലെ ഫസ്റ്റ് വെല്ലടിച്ചത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതല്ല. അപ്പൊ സാഹിൽ പറയാണ്, തോ ചലോ എന്നാ നടക്ക്, മുച്ചേ എനിക്ക് പെൻമേ പേനയിൽ സ്യാഹിബി മഷിയും ബർവാനിഹ നിറയ്ക്കണം ദുക്കാൻ കടയിൽ നിന്ന്. ബേല തോ ജൽദി ചലോ സാഹിൽ, ഒന്നൊന്ന് വേഗം നടക്ക് സാഹിലെ. ദോനോ ദുക്കാൻ ക്യോർ ജാത്തെ, രണ്ടാളും മഷി വാങ്ങാൻ കടയിലേക്ക് പോകുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മക്കളെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്തത് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പടുക്കഥ ചോദ്യം ഇതാണ് മക്കളെ. 5वीं कक्षा का रिजल्ट आ गया, 5th സ്റ്റാൻഡേർഡിൽ റിസൾട്ട് വന്നു. സാഹിൽ ഓർ ബേല അലഗ് അലഗ് സ്കൂൾ മേ പഠനേ ജാ രഹേ, സാഹിലും ബേലയും വേറെ വേറെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. ബേല രാജീവ് കന്യാ പാഠശാലാമേ, ബേല ഇനി അടുത്ത വർഷം സംസ്ഥാന വനിതാ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. ഓർ സാഹിൽ അജ്മീർ ഹോസ്റ്റൽമേ, സാഹിൽ അജ്മീർ ഹോസ്റ്റലിലുമാണ് പോകുന്നത്. ബാദ്മേ ഉന്നെ ഏക് സാത്ത് പഠനേക്ക് അവസരം നെയ് മിലേഗ, പിന്നീട് അവർക്ക് ഒരുമിച്ച് പഠിക്കാൻ അവസരം കിട്ടുകയില്ല. പ്രസ്തുത പാഠഭാഗ പടുക്ക തയ്യാർ കീജിയെ, അവർ പിരിഞ്ഞു പോകുന്ന ആ സന്ദർഭത്തിലുള്ള അവസാന സമയത്തുള്ള ആ പടുക്കഥ എഴുതാൻ വേണ്ടി. ഓക്കെ. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് മക്കളെ. സ്ഥാനം എവിടെയാണ്? ഗാവുക്ക സ്കൂൾ, അവരുടെ ഗ്രാമത്തിലെ സ്കൂളാണ്. സമയം എപ്പോഴാണ്? സുബഹ് 9 ബജെ, രാവിലെ 9 മണിയാണ്. പാത്ര ആരൊക്കെയാണ്? സാഹിൽ ഓർ ബേല, സാഹിലും ബേലയുമാണ്. പാത്രവും ഉമ്മർ ആരാണ്, എന്തൊക്കെയാണ്, വയസ്സെത്രയാണ്? ബേല 11 സാൽ, സാഹിൽ 11 സാൽ, സാഹിൽ ഓർ ബേല 11 സാൽ എന്ന് എഴുതിയാൽ മതി. വേഷഭൂഷ സ്കൂളി വർദ്ധി, രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ടാണ് റിസൾട്ട് അറിയാൻ വന്നിരിക്കുന്നത്. ചാൽ ചലൻ, റിസൾട്ട് അറിഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ ബോഡി ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. മാസൂമിയത്ത് ചേഹരെ, സങ്കടം നിറഞ്ഞ മുഖം. ഉദാസിമൻ, ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലാത്ത ഉദാസമായ മൂഡ് ഓഫ് ആയ മനസ്സും. സാഹിലോ ബേല ഓർ സാഹിൽ, ബേലയും സാഹിലും ആപ്പസ് മേ റിപ്പോർട്ട് കാർഡ് ദേഖ്രേ, പരസ്പരം റിപ്പോർട്ട് കാർഡ് നോക്കുന്നു, പ്രോഗ്രസ് കാർഡ് നോക്കുന്നു. ആജ് ആഖിരി ഭാരി, ഇന്ന് അവസാന തവണയാണ്. വേക്ക് ദൂസരയ്ക്ക്, ഒരാൾ മറ്റൊരാളുടെ, കോയി ചീസ്കോ, എന്തെങ്കിലും വസ്തുക്കളെ, ചൂക്കർ ദേഖ്രേ, തൊട്ടു നോക്കുന്ന അവസാനത്തെ ദിവസമാണ് മക്കളെ. അതത്ര സന്ദർഭം എഴുതിയതിനു ശേഷം, കാര്യങ്ങൾ എഴുതിയതിനു ശേഷം നമ്മളിങ്ങനെ എഴുതുന്നു. ബേല അരേ സാഹിൽ ആം പാസ് ഹോഗേ, നോക്കൂ സാഹിലെ നമ്മൾ പാസ്സായി കേട്ടോ എന്ന് പറഞ്ഞു. നോക്കൂ സാഹിലെ നമ്മൾ എന്തായി, പാസ്സായി മാറി.
അപ്പോൾ സാഹിൽ പറയാ കിത്തനി ഖുഷിക്ക് ബാത്ത് ഹെന, എത്ര സന്തോഷമുള്ള കാര്യമാണ് ബേലെ. അപ്പോൾ ബേല പറയാ ഖുഷി ഹെ, സന്തോഷമാണ്, പർ ദുഃഖ ബി ഹെ, പക്ഷേ ദുഃഖവുമുണ്ട്. സാഹിൽ ക്യോ ബേല, എന്തിനാണ് ബേലെ ദുഃഖം എന്ന രീതി ചോദിച്ചു. അപ്പോൾ ബേല പറയാ ഹമാര സ്കൂൾ, നമ്മുടെ സ്കൂൾ 5വീं കക്ഷ തക്ക് ഹി ഹെ, നമ്മുടെ സ്കൂൾ 5th സ്റ്റാൻഡേർഡ് വരെ അല്ലേ ഉള്ളൂ സാഹിൽ എന്ന്. അപ്പോൾ സാഹിൽ പറയും ഏ ബാത്ത് ടീക്ക്, ഈ കാര്യം ശരിയാണ്. അപ്പോൾ തും കാ പഠോങ്കി ബേല, ഇനി 6th എത്തുമ്പോൾ നീ എവിടെയാ പഠിക്കുക ബേലെ, 6th ഓൾറെഡി എത്തി, നീ എവിടെയാ പഠിക്കുക ബേലെന്ന്. ബേല പറയാണ് മേരാ പപ്പ, എൻ്റെ പപ്പ മുച്ച എന്നെ രാജകീയ സംസ്ഥാന കന്യാ പെൺകുട്ടികൾ പഠിക്കുന്ന പാഠശാല സ്കൂളിൽ ബേജിനേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓർത്തും നീയോ എന്ന് ചോദിച്ചു. അത് ബേല ചോദിച്ചു. അപ്പോൾ സാഹിൽ പറഞ്ഞു പപ്പ മുച്ചി, ഇടി എൻ്റെ പപ്പ എന്നെ അജ്മീർ ബേജ് ദേങ്കെ, എന്നെ അജ്മീറിലേക്കാണ് അയക്കാൻ പോകുന്നത്. അപ്പോൾ ബേല അപ്പോൾ തും ഫുലേര മെഹി നെഹി രേങ്കെ, അപ്പം നീ അജ്മീറിൽ പോയാലും ഇനി നീ ഫുലേരയിൽ ഉണ്ടാവില്ലല്ലേ, ഫുലേര അവരുടെ ഗ്രാമത്തിൻ്റെ പേര് ഉണ്ടാവില്ലേന്ന്. അപ്പോൾ സാഹിൽ തുമാരി ആംഖോമേ, നിന്റെ കണ്ണിൽ ആസു കണ്ണുനീർ ക്യോ മാരേ ബേല, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിറഞ്ഞു വരുന്നത് ബേലെ. വേല പറയാ ബരേ ഹുയി ആംഗേസെ, നിറഞ്ഞ കണ്ണുകളോട് അവൾ പറഞ്ഞു മുച്ചയ്ക്കാ പതാഹേ, എവിടെ നിന്നാ കണ്ണിൽ വെള്ളം വരുന്നു ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ. സാഹിൽ കി ആംഗെ, സാഹിലിൻ്റെ കണ്ണ് വീർബകുട്ടി തരക് ലാലോഹനയിലേക്ക്, ആ വേർപിടിയുന്ന സമയത്ത് അവന് വീർബകുട്ടിയെ പോലെ ചുവന്ന കളറായി അവൻ്റെ കണ്ണ്. ഓർ ഉന്മയും അതിലും ബാരിഷ് കി ബൂന്ദസ, മഴത്തുള്ളി പോലെ പാനി ബർഗയാഹേ, വെള്ളം നിറഞ്ഞു കിടക്കുന്നു. ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട പടുക്കഥയാണ് മക്കളെ. ഒന്നാമത്തെ പടുക്കഥ, അവസാനത്തെ പടുക്കഥ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പാണ്. അതിൽ ഒന്ന് ചോദിക്കാതെ ഈ പരീക്ഷ നടത്താൻ കഴിയില്ല. ക്വാർട്ടർലി എക്സാമിനേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് ക്വാർട്ടർലി. അതൊന്നും അടുത്ത് നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡയറിയാണ്. ഈ ഡയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറിയാണ് മക്കളെ. നമ്മൾ നോക്കൂ, ശ്രദ്ധിച്ചോ, പ്രഡിക്ഷൻ ചെയ്യാൻ പോകുന്ന ഒരു ഡയറിയാണ്. സാഹിൽ കി പിണ്ടലിമേ ചോട്ടിലേക്ക്, സാഹിലിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ പിറകിലെ മാംസഭാഗത്ത് മുറിവ് പറ്റി, അതാണല്ലോ പിണ്ടലി എന്ന് പറയുന്നത്. സാഹിൽ കി ഊസ് ദിൻ കി ഡയറിയിലേക്ക്, സാഹിലിൻ്റെ ആ ദിവസത്തെ, അവൻ വേദന കൊണ്ട് പൊളഞ്ഞ ആ ദിവസത്തെ ഡയറി എഴുതാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ഡയറി ഇങ്ങനെയാണ് മക്കളെ. ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മളിവിടെ തീയതി എഴുതണം. നിങ്ങൾ ഇത്രയും ഒന്നും എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് താരിഖ് എന്നെങ്കിലും എഴുതണം. താരിഖ്, ഓക്കെ, ഇങ്ങനെങ്കിലും എഴുതണം. ഓക്കെ, ആദ്യം താരിഖ് ഇത് 2 ഇട്ടാൽ മതി. ഈ അപ്പോൾ നമ്മൾ 11/9/2001 എന്നുള്ളതോ, ഇനി അങ്ങനെങ്കിൽ 2024 നിങ്ങൾ ഇട്ടാൽ മതി. 2024 അല്ലേ, 24 ആക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് 9 ബജെ രവിവാർ, ഞായറാഴ്ച ആണ്. 9 ബജെ രാത്രി 9 മണിയാണ് അല്ലേ. എന്നിട്ട് നോക്ക് എന്താ പറഞ്ഞത്. ആജ് കാ ദിൻ മേം കൈസേ ഭൂലു, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ഇത്തനാ ബുരാ ദിൻ, ഇത്രയും മോശമായ ദിവസം ജീവൻ മേം പഹ്ലി ബാർ ആയാ ഹെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, കാരണം ഇവന് മുമ്പ് ഇങ്ങനെ ആണിയാട്ടിട്ടില്ല. ആജ് മേ ഗർമേ കെ, ഇന്ന് ഞാൻ വീട്ടിലെ നീം കെ പേടുക്കി, വേപ്പിൻ്റെ മരത്തിൻ്റെ ഢാലി കൊമ്പ് പക്കടുക്കർ പിടിച്ചിട്ട് ചൂം രഹാദ, ഞാൻ ഇങ്ങനെ ഊഞ്ഞാലാടുകയായിരുന്നു, തൂങ്ങിയാടുകയായിരുന്നു. യ സബ്, ഇതെല്ലാം മേം ഏക്ക് സ്റ്റൂൾ പർ ചടുക്കർ, ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ട് കിയാദ ചെയ്തതായിരുന്നു. അച്ചാനക്ക് പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ കി ഏക്ക് കീൽ, പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു കീൽ, ഏക്ക് കീൽ, ഒരു ആണി മേരാ പിണ്ടലിമേ ലഗുകൈ, എൻ്റെ കാൽമുട്ടിൻ്റെ പിറകു ഭാഗത്തുള്ള മാംസള ഭാഗത്തിൽ തറച്ചുപോയി. ഏക്ക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോഗയ, 1 ഇഞ്ച് ആഴത്തിൽ, ഗഹര ഏക്ക് ഇഞ്ച്, 1 ഇഞ്ച് ഗഹര ആഴത്തിൽ, ഗഡ്ഡ കുഴി, ഹോഗയ ഉണ്ടായി. ആസ്പത്താൽ പൗഞ്ചത്തെ, ഞങ്ങൾ എന്നെ ആശുപത്രിയിൽ എത്തിയപ്പോൾ, ആസ്പത്താൽ പൗഞ്ചത്തെത്തോ, ആശുപത്രിയിൽ എത്തിയപ്പോൾ ബേലാസെ മില, അവിടെ ബേലയെ കണ്ടു. ബ സിർപ്പർ പട്ടി ബാന്ധവനെ ആയി ധി, അവൾ തലയിൽ ബാൻഡേജ് കെട്ടാൻ വേണ്ടി വന്നതാണ്. ഉസ്കോ ദേഖ്തേ ഹി, അവളെ കണ്ടപ്പോൾ മേരാ മന്മേ ഖുഷിയായ, എൻ്റെ മനസ്സിൽ സന്തോഷം വന്നു. ഓർ ദർദ് ബി കം ഹോ ഗയ, വേദനയും കുറച്ചൊന്ന് കുറഞ്ഞു, ആശ്വാസമായി. അവളെ കണ്ട് സാരമില്ല എന്ന് അവളെ എന്നോട് പറയുക ചെയ്തപ്പോൾ ആശ്വാസമായി. ഇതാണ് സാഹിലിൻ്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറികളിലൊരു ഡയറിയാണ്. ഓക്കെ മക്കളെ, വളരെ സാധ്യത കൂടുതലുള്ളൊരു ഡയറിയാണിത്. ഓക്കെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവളും അവനും കണ്ടപ്പോൾ നടക്കുന്ന കോൺവെർസേഷനാണ് സാധ്യത കൂടുതലുള്ളത്. ഇതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങൾക്ക് നാളെ ചെയ്യാൻ കാണുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അയാം കലാം കെ ബഹാൻ എന്ന് പറഞ്ഞ പാഠത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻ ഏതാണ് നമുക്ക് നോക്കാം. ഖേൽ കണ്ടിമേ ഖാനാ കെ സമയ, അല്ലേ, ലഞ്ച് ബ്രേക്ക് സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ലേഖക് മിഹിർ ഓർ മോർപാൽ കെ ബീച്ച് ഹുയി, ലേഖകനായ മിഹിറിൻ്റെയും മോർപാലിൻ്റെ ഇടയിൽ നടക്കുന്ന വാർത്താലാപ് അല്ലെങ്കിൽ വാർത്താലാപ് സംഭാഷണത്തിൻ്റെ പടുക്ക തയ്യാറാക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ ചോദിച്ചാൽ ഇതുണ്ടത് സ്ഥാൻ സ്കൂളാണ്, സ്ഥലം സ്കൂളാണ്. സമയ് 1 ബജെ, 1 മണിയാണ്. പാത്ര മിഹിർ ഓർ മോർപാൽ, മിഹിറും മോർപാലുമാണ്. പാത്രോം കി ഉമ്ർ ലഗ്ഭഗ് 13 സാൽ, കഥാപാത്രങ്ങളുടെ വയസ്സ് ഏകദേശം 13 സാൽ. 13 സാൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 11, 12, 13, 13 വയസ്സ് അല്ലേ. പിന്നെയോ
8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണല്ലോ. വേഷഭൂഷ നീലി ഖാക്കി സ്കൂൾ യൂണിഫോം, നീല ഖാക്കി സ്കൂൾ യൂണിഫോമാണ്. ചാൽ ചലൻ മുസ്കുരാത്തെ ചെഹരെ और खुशी का दिल, പുഞ്ചിരിക്കുന്ന മുഖവും और खुशी का दिल, സന്തോഷത്തിന് മനസ്സുമാണ് ആ സമയത്ത് അവർക്കുള്ളത്. ഭക്ഷണം കഴിക്കാൻ സമയമാണ്. നോക്കൂ, മിഹിർ और മോർപാൽ ഖാനെ की तैयारी में है, അതാണ് സന്ദർഭം. മിഹിറും മോർപാലും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മോർപാൽ അരേ മിഹിർ ജൽദി ആവോ, മിഹിറേ പെട്ടെന്ന് വാ. അപ്പോൾ മിഹിർ അബ്ബി ആത്താവും, ഞാൻ ഇപ്പോൾ വരാം. മിഹിർ ടിഫിൻ ലേക്കറാത്തെ, മിഹിർ ടിഫിൻ ബോക്സുമായിട്ട് വരുന്നു. അപ്പോൾ മോർപാൽ ഹം ഖാന ഖായെങ്കെ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? അപ്പോൾ മിഹിർ പറയാം ठीक है ശരി, ഹം ഖായെങ്കെ, നമുക്ക് കഴിക്കാം. ദോനോ ടിഫിൻ ഖോൽത്തെ, രണ്ടുപേരും ടിഫിൻ ബോക്സ് തുറക്കുന്നു. മോർപാൽ വാ തുമാരെ ടിഫിൻ ബോക്സ് യേ ക്യാ ഹേ, നിന്റെ ടിഫിൻ ബോക്സിൽ ഇത് എന്താണ് മകനെ? അപ്പം മിഹിർ പറയാം യേ തോ രാജ്മാഹേ മോർപാൽ, ഇത് രാജ്മയാണ് മോർപാൽ. മോർപാൽ ആജ് തക്ക് മേ, ഇന്ന് വരെ ഞാൻ രാജ്മ എന്ന തേക്കാവും എന്ന കായാവും, രാജ്മ ഞാൻ കണ്ടിട്ടുമില്ല, രാജ്മ ഞാൻ തിന്നിട്ടുമില്ല. അപ്പം മിഹിർ ഏത്തോ, ഇതൊക്കെ നീ കണ്ടില്ലായിരിക്കും. മേരയിൽ എന്നെ സംബന്ധിച്ചോളം സാമാന്യ സി ചീസ്, ഒരു സാധാരണ ചീസ് വസ്തുവാണ്. ആജ് തുമ്നെ ക്യാലായ ഹേ, അട്ടെ നീ ഇന്ന് എന്താണ് കൊണ്ടുവന്നത്? അപ്പോൾ മോർപാൽ പറഞ്ഞു മേത്തോ ചാഞ്ചിലായ, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ വരുന്ന ആളല്ലേ മിഹിറെ. മേത്തോ ചാഞ്ചിലായാഹു, ഞാൻ ചാഞ്ചാണ് കൊണ്ടുവന്നത്, മോരാണ് കൊണ്ടുവന്നത്. അപ്പം മിഹിർ പറഞ്ഞു വാ ചാഞ്ച്, ഓ മോരോ, ബോത്ത് അച്ചാ ഹുക, വളരെ നന്നായി. മേരാ രാജമ ചാവൽ തും ഖാവു, എൻ്റെ രാജ്യമേ ചോറും നീ അങ്ങ് തിന്നോ. ചാഞ്ച് മേരയിലിതോ, ആ മോര് എനിക്കിതാ. ദോനോ ഖാന, രണ്ടുപേരും ഭക്ഷണം അദലാബദലി കർക്കെ കാത്തെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിന്നുന്നു. ഓക്കെ. അപ്പോൾ മോർപാൽ തുമാരെ ചാവൽ ഓർ രാജമ, നിന്റെ രാജമയും, തുമാരെ ചാവൽ നിന്റെ ചോറും ഓർ രാജമയും ബഹുത്ത് സ്വാദിഷ്ടേ, അപ്പാര ടേസ്റ്റാണ്. മിഹിർ പറയാ തുമാരെ സബ്ജി ചാവൽ, പക്ഷേ നിന്റെ പച്ചക്കറിയും ചോറും ഓർ ചാഞ്ച് ബി, അത് മോരും കൂടി ചേർത്തപ്പോൾ ബഹുത്ത് ബടിയായി, അതിനേക്കാൾ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ മോർപാൽ തോ ഹം ഏ കാം കരി, അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. ആജ് സേ, ഇന്ന് മുതൽ ഹർ ദിൻ, എല്ലാ ദിവസവും ഹമാരെ ഖാന, നമ്മുടെ ഭക്ഷണം അദലാബദലി കർക്കേക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിന്നാം. മിഹിർ പറയും ജറൂർ, തീർച്ചയായും, സച്ചുമുച്ച് സത്യത്തിൽ യോ തോ ബഡി ഖുഷി കി ബാത്ത്, ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നാണ്. ഇതാണ് മക്കളെ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനമായ, സൗഹൃദത്തിൽ അവർ തുടങ്ങുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനമായ ഒരു കോൺവെർസേഷനാണ്. മാത്രമല്ല രാജമ്മ കഴിച്ച ദിവസം അന്നൊരു പക്ഷേ മിഹിറിനോട് ഡയറി ചോദിക്കാനും സാധ്യതയുണ്ട്. മിഹിർ അല്ല, മോർപാൽ ആദ്യമായിട്ട് രാജമ്മ കഴിച്ച ദിവസം ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് മോർപാലിനോട് ആദ്യമായിട്ട് ജിന്ദഗി മേ പഹ്ലി ബാർ മോർപാൽ രാജമ്മ ഖായ ഊസ് ദിൻ കി ഡയറിയിലേക്ക് എന്ന ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മക്കളെ ഇന്നത്തെ ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യും. നിങ്ങളെല്ലാവരും കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതിന് വേണ്ടി, എല്ലാം കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടി കുറഞ്ഞ സമയം മാത്രമേ നമ്മൾ ലൈവുകൾ ഉണ്ടാവുകയുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. ആ ഇമ്പോർട്ടൻ്റ് തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ നമ്മൾ അപ്പോൾ പ്രിഡിക്ഷൻ നടത്തുന്നതായിരിക്കും. അങ്ങനെ 4 പാഠങ്ങൾ നടത്തുന്ന പ്രിഡിക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നാളെ രാവിലത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് 21 ക്വസ്റ്റ്യൻസോടുകൂടി നാളെയും ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 21 ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യും. നാളെ അത് വെച്ചിട്ട് കൃത്യം ക്ലാസ് എടുക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ്സും നാളെ രാവിലത്തെ ക്ലാസ്സും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സൈലം പറയുന്നു, ബാബു സാർ പറയുന്നു 40-40 നാളെ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ബൈ.